ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മരുന്ന് നിർമ്മാണ ലോകത്ത് ഓരോ ചെറിയ കാര്യത്തിനും വലിയ വിലയുണ്ട്. അവിടെ മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ള ഒരു നിയമമുണ്ട്, ഒരു അലിഖിത നിയമം. ഇതാണ് ആ നിയമം. എഴുതിവെച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല. ഇതൊരു വെറും വാക്കല്ല, ലോകമെമ്പാടുമുള്ള റെഗുലേറ്ററി അധികാരികൾ പാലിക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണിത്. ഈ ഒരൊറ്റ നിയമത്തിലാണ് ഫാർമാലോകം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ നിയമം ഇത്ര കർശനമായിരിക്കുന്നത്? കാരണം ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് വെറും കുറച്ച് പേപ്പറുകൾ ഫയൽ ചെയ്യുന്ന പണിയല്ല. അത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ QMSന്റെ നട്ടെല്ലാണ്. അതായത് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഒരു സംവിധാനത്തിന്റെ ആണിക്കല്ല്. എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്? സത്യം പറഞ്ഞാൽ വളരെ ലളിതമായൊരു കാരണമേയുള്ളൂ. മനുഷ്യന്റെ ഓർമ്മയെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല, അല്ലേ? നമ്മുടെ ഓർമ്മകൾക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റാം, ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒന്നിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ കാണാം. ഓരോ വ്യക്തിയുടെയും അറിവെന്ന് പറയുന്നത് താൽക്കാലികമാണ്, അത് സ്ഥിരതയുള്ളതുമല്ല. പക്ഷെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതെന്തെന്ന് വെച്ചാൽ ഈ വ്യക്തിപരമായ അറിവിനെ സ്ഥാപനത്തിന്റെ പൊതുവായ അറിവാക്കി മാറ്റുകയാണ്. അതായത് ആരെ എപ്പോൾ ഒരു ജോലി ചെയ്താലും അത് ഒരേപോലെ ഒരേ നിലവാരത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. ശരി, അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ അറിവ് അല്ലെങ്കിൽ നല്ലൊരു ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രായോഗികമായി എങ്ങനെയിരിക്കും? നമുക്ക് നോക്കാം. ഇതൊരു കൂട്ടം കൃത്യമായ രേഖകളാണ്. ഓരോ രേഖയ്ക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഒരു മരുന്നുണ്ടാക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. ഒരു ജോലി എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി പറയുന്ന SOPകൾ മുതൽ ഓരോ ബാച്ചിൻ്റെയും നിർമ്മാണ പാക്കിംഗ് റെക്കോർഡുകളും റിപ്പോർട്ടുകളും വരെ ഇതിലുൾപ്പെടും. ഒരു ഉൽപ്പന്നത്തിന്റെ പൂർണ്ണമായ ജീവിതകഥയാണ് ഈ രേഖകൾ. സത്യത്തിൽ ഈ എല്ലാ ഡോക്യുമെന്റുകളും 3 ലളിതമായ ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത്. എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, പിന്നെ ചെയ്ത കാര്യം എങ്ങനെ രേഖപ്പെടുത്തണം. ഈ 3 കാര്യങ്ങൾ വ്യക്തമായാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു. ഒരു ഡോക്യുമെന്റേഷൻ എത്രത്തോളം മികച്ചതാണെന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നോ? ആ ഫയലുകൾ മാത്രം നോക്കി ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെ ഒരു പ്രോസസ്സ് മുഴുവനായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ നല്ല ഡോക്യുമെന്റേഷൻ. അത് വിശ്വാസ്യതയുടെയും സുതാര്യതയുടെയും അടയാളമാണ്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ കൃത്യമായി പാലിച്ചാൽ എന്താണ് പ്രയോജനം? ഇതിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ്. അത് കമ്പനിയുടെ വിജയത്തിന് അത്യാവശ്യവുമാണ്. ഒന്നാമതായി, ജോലികളിൽ ഒരു സ്ഥിരത വരും. അത് തെറ്റുകൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ എന്ത്, എപ്പോൾ, ആര് ചെയ്തു എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടുതന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും പ്രധാനമായി, ഇത് രോഗികൾക്ക് ഏറ്റവും സുരക്ഷിതമായ മരുന്നുകൾ ഉറപ്പാക്കുന്നു. എന്നാൽ ഡോക്യുമെന്റേഷനിൽ പിഴവുകൾ സംഭവിച്ചാലോ? സത്യം പറഞ്ഞാൽ ഓഡിറ്റുകളിൽ സംഭവിക്കുന്ന പരാജയങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് പലപ്പോഴും ഈ ഡോക്യുമെന്റേഷനിലെ പിഴവുകളാണ്. ഡേറ്റ രേഖപ്പെടുത്താൻ മറന്നുപോവുക, പഴയ തീയതി വെച്ച് രേഖപ്പെടുത്തുക, കാരണമില്ലാതെ തിരുത്തിയെഴുതുക, അപൂർണമായ രേഖകൾ, ഇവയൊന്നും ചെറിയ തെറ്റുകളായി കാണാൻ കഴിയില്ല. ഇവ ഓരോന്നും ആ പ്രക്രിയയുടെ വിശ്വാസ്യതയാണ് തകർക്കുന്നത്. ഇത് ആത്യന്തികമായി രോഗികളുടെ ജീവന് വരെ ഭീഷണിയായി മാറിയേക്കാം. ഇതെല്ലാം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടൊരാശയത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ഗുണനിലവാരം ഉണ്ടാക്കുന്നതും അത് തെളിയിക്കുന്നതും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസാന ചോദ്യം ചോദിക്കാം. ഒന്നും എഴുതിവെക്കാതെ നിങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഒരു മരുന്ന് നിർമ്മിക്കാൻ കഴിയുമോ? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്യുമെന്റേഷൻ ഇല്ലാതെ ഗുണനിലവാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ഡോക്യുമെന്റേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ആ ഗുണനിലവാരം തെളിയിക്കാൻ കഴിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ടു പോകുന്ന ഈ ലോകത്ത് രേഖപ്പെടുത്താത്ത ഒന്നിനും നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഫാർമ വ്യവസായത്തിൽ എഴുതിയ ഓരോ വാക്കിനും അത്രയധികം വില കൽപ്പിക്കുന്നത്.